കോക്കിനെ പോലുള്ള റിവ്യൂവേഴ്സാണ് സിനിമയെ നശിപ്പിക്കുന്നത്. ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ആധാരമില്ലാതെ നെഗറ്റീവ് റിവ്യൂസ് നൽകി പൈസ മേടിച്ച് പ്രൊമോഷൻ ചെയ്ത് സിനിമയും അതിൽ വർക്ക് ചെയ്തവരുടെ അധ്വാനത്തെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് റീസെൻ്റ്ലി ഒരു പ്രൊഡ്യൂസർ കിടന്ന് മെഴുകുന്നുണ്ട്. അംഗം അട്ടഹാസം എന്ന് പറഞ്ഞ സൂപ്പർ സ്റ്റാർ മാധവ് സുരേഷിൻ്റെ സിനിമയുടെ പ്രൊഡ്യൂസർ. ഇവർ പറയുന്നത് കോക്ക് റിവ്യൂ പറയുന്നതിന് വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു, 1 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂ പറയുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും പ്രൂഫില്ല, എവിഡൻസ് ഇല്ല, സാക്ഷികളില്ല, ഒന്നുമില്ല. വെറുതെ ഒരു ആരോപണം. എവിടെന്നോ ആരോ പറയുന്ന എന്തോ ഒരു വോയിസ് ക്ലിപ്പ് കൊടുത്തിട്ടിട്ട് ഇത് കോക്കിൻ്റെ ആളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ആരോപണം. ഇതെല്ലാം കേട്ടിട്ട് ഒരു തെളിവോ ഒരു എവിഡൻസും ഇല്ലാതെ ഇതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ ചീപ്പ് റീച്ചിന് വേണ്ടിയിട്ട് ഈ സാധനം എയർ ചെയ്ത വേറൊരു ചാനലും. ആൻഡ് ഇതെല്ലാം കേട്ട് ആരായാലും വെറുതെ ഇരിക്കത്തില്ല. നിങ്ങൾ ചെയ്യാത്ത കാര്യം, അതും നിങ്ങളുടെ കരിയറിനെ തന്നെ നശിപ്പിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം ഒരു ആരോപണമായിട്ട് വരുമ്പോൾ നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുമോ? ഇല്ല, ആരായാലും പ്രതികരിക്കും. കോക്ക് അയാളുടെ ലാംഗ്വേജിൽ അയാൾ പ്രതികരിച്ചു. അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ ഇഷ്യൂ ആയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം നോക്കുവാണെങ്കിൽ ഈ സ്വയം സൂപ്പർ സ്റ്റാർ ആകാൻ നടക്കുന്ന മാധവ് സുരേഷിന് അഭിനയിക്കാൻ അറിയില്ല. അത് ചുരുങ്ങിയ 1-2 സിനിമകൾ കൊണ്ട് തന്നെ അയാൾ തിരിച്ച കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ആ മാധവ് സുരേഷിനെ കണ്ടുകൊണ്ട് 4.5 കോടി ഇൻവെസ്റ്റ് ചെയ്ത പ്രൊഡ്യൂസറിന് ഒട്ടും കഴിവില്ല. അല്ലെങ്കിൽ പിന്നെ അയാൾക്ക് വേറെ എത്രയോ ആൾക്കാരുണ്ട്. ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള റിട്ടേൺ അയാൾ പ്രതീക്ഷിക്കൂലേ? ഈ മാധവ് സുരേഷിൽ നിന്ന് 4.5 കോടിയുടെ എന്ത് റിട്ടേൺ അയാൾ പ്രതീക്ഷിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഊളപ്പടം ഇറക്കി അത് തിയേറ്ററിൽ പോയി കാണുന്നവരെ 2-2.5 മണിക്കൂർ ടോർച്ചർ ചെയ്ത് എന്നിട്ട് ആൾക്കാർക്ക് ആർക്കും പടം ഇഷ്ടപ്പെട്ടില്ല. ഈ സിനിമയെക്കുറിച്ച് ഒരൊറ്റ പോസിറ്റീവ് റിവ്യൂ പോലും വന്നില്ല. ഇവർ പൈസ കൊടുത്താൽ പോലും ആരും ഇതിനെക്കുറിച്ച് പോസിറ്റീവ് റിവ്യൂ ഇടൂല. നെഗറ്റീവ് റിവ്യൂ ആണ് വന്നത്. ആൻഡ് നെഗറ്റീവ് റിവ്യൂ ഒന്ന് പടം വീണു എന്ന് മനസ്സിലായപ്പം ഇതെല്ലാം കൊണ്ടിട്ട് റിവ്യൂസിനെ തലക്കിട്ടു. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ മലയാളത്തിൽ 1-2 റിവ്യൂസ് വിചാരിച്ചു എന്ന് കരുതി ഒരു മോശം സിനിമയെ രക്ഷിക്കാനും പറ്റൂല, ഒരു നല്ല സിനിമയെ നശിപ്പിക്കാനും പറ്റൂല. അതിവിടെ ഒരുപാട് സിനിമകൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തെളിയിച്ചൊരു കാര്യമാണ്. അതിനകത്ത് കണ്ടന്റ് ഉണ്ടായാൽ മതി, അതിൽ അഭിനയിക്കുന്ന ആൾക്കാർക്ക് അഭിനയിക്കാൻ അറിഞ്ഞാൽ മതി. ഇതിവിടെ മാധവ് സുരേഷിനെ വെച്ചിട്ട് അഭിനയത്തിന്റെ പോലും വരാത്തവനെ കൊണ്ട് 4.5 കോടി ഇൻവെസ്റ്റ് ചെയ്ത് പടം എടുത്തിട്ട് ആ പടം ആൾക്കാരെ കണ്ടു, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല, ആൾക്കാർ നെഗറ്റീവ് റിവ്യൂ ഇടുമ്പോൾ അയ്യോ ഞങ്ങളുടെ പടത്തെ നശിപ്പിക്കുന്നേ, അയ്യോ ഞങ്ങളുടെ അധ്വാനം നശിപ്പിക്കുന്നേ, അയ്യോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് 4.5 കോടി നശിപ്പിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് കിടന്ന് മെഴുകി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, ആരും അത് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇതുപോലത്തെ റീച്ചിന് വേണ്ടിയിട്ട് ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി എന്ത് ന്യൂസും കൊടുക്കുന്ന ചില ന്യൂസ് ചാനൽസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും. പക്ഷേ സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യനും ഒരു തെളിവുമില്ലാതെ ഇതുപോലുള്ള ആരോപണങ്ങൾക്ക് ഒരു സപ്പോർട്ടും തരത്തില്ല. ഏതോ ഒരു വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കുന്നു, എന്നിട്ട് ഇത് അശ്വന്ത് കോക്കിന് വേണ്ടിയിട്ട് ആരോ അയച്ചതാണെന്ന് പറയുന്നു. ഈ അയച്ചാൾക്ക് പേരില്ല, അയച്ചാൾക്ക് നമ്പറില്ല, അയച്ചാൾക്ക് ഒരു ഐഡന്റിറ്റി ഇല്ല. വെറുതെ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടിട്ട് അതങ്ങ് ഇറക്കി വിടുക. ആൻഡ് അത് കേട്ടിട്ട് അത് ഇറക്കി വിടാനായിട്ട് വേറൊരു ചാനൽ. എടാ, എത്ര വിവരമുണ്ട് നിനക്കൊക്കെ? ഇത് ആദ്യമായിട്ടല്ല റിവ്യൂവേഴ്സ് മലയാള സിനിമ നശിപ്പിക്കുന്നു എന്നും പറഞ്ഞുള്ളൊരു ടോപ്പിക്ക് ചർച്ചാ വിഷയമാവുന്നത്. ഇപ്പോൾ കുറച്ചുകൂടെ അധികം ചർച്ചാ വിഷയമായിട്ടുണ്ട്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വലിയ കാസ്റ്റോ വലിയ ക്രൂവോ വലിയ ബഡ്ജറ്റോ ഒന്നുമില്ലാതെ വന്ന ഒരുപാട് സിനിമകൾ നമ്മുടെ മലയാളത്തിൽ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്. അതൊന്നും റിവ്യൂവേഴ്സ് ഹെവി പോസിറ്റീവ് കൊടുത്തിട്ടൊന്നുമല്ല. കണ്ട ആൾക്കാർ ഇഷ്ടപ്പെട്ട് ബാക്കിയുള്ളവരോട് പറഞ്ഞ് അവരും വന്ന് കണ്ട് അവർക്കും ഇഷ്ടപ്പെട്ട് ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ആ സിനിമയ്ക്ക് റീച്ച് കിട്ടിയിട്ടാണ്. അല്ലാതെ ഒരു റിവ്യൂവറോ 1-2-10 റിവ്യൂവേഴ്സ് വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ലാത്തൊരു സിനിമയെ രക്ഷപ്പെടുത്താനും പറ്റില്ല, എല്ലാം ഉള്ള ഒരു സിനിമയെ നശിപ്പിക്കാനും പറ്റില്ല. അത് നമ്മുടെ മലയാളത്തിലെ പ്രൊഡ്യൂസേഴ്സ് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അല്ലാതെ ഇതുപോലെ ഒരു തെളിവില്ലാതെ ഒരു ഊളപ്പടം കൊടുത്ത് കാണുന്ന ആൾക്കാരെ മൊത്തം പൊറിപ്പിച്ചിട്ട് അതിൻ്റെ കുറ്റം മൊത്തം കൊണ്ട് റിവ്യൂസിനെ തലക്കിടുന്നത് ഒട്ടും ശരിയായിട്ടുള്ള നടപടിയല്ല.